Lenora. Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth and stitching. Pandikad Road, Vandoor. നിലമ്പൂരിൽ ആര്യടൻ ഷൗക്കത്ത് എം സ്വരാജ് പോരാട്ടത്തിന് കളമൊരുങ്ങി. സസ്പെൻസിന് വിരാമമിട്ട സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും നിലമ്പൂർക്കാരനുമായ അഡ്വക്കേറ്റ് എം സ്വരാജിനെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെയാണ് നിലമ്പൂർക്കാർ തമ്മിലുള്ള പോരാട്ടത്തിന് കളമൊരുങ്ങിയത്. എം സ്വരാജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ നിലമ്പൂരിൽ എൽഡിഎഫ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. സ്വരാജിന്റെ കൂറ്റൻ ഫ്ലക്സ് ബോർഡുകളുമായാണ് പ്രവർത്തകർ നിലമ്പൂർ ടൌണിൽ പ്രകടനം നടത്തിയത്. പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ ലഭിച്ചതിന്റെ ആഹ്ലാദമാണ് മണ്ഡലത്തിൽ ആവേശമായി അലയടിക്കുന്നത്. 2016 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ കുത്തക മണ്ഡലത്തിൽ മന്ത്രിയായിരുന്ന കെ ബാബുവിനെ അട്ടിമറിച്ചാണ് എം സ്വരാജ് വിജയിച്ചത്. സംസ്ഥാനത്തെ പ്രമുഖ യുവ നേതാക്കളിൽ ഒരാളും നല്ല പ്രാസംഗികനുമായ എം സ്വരാജ് എൽഡിഎഫ് സ്ഥാനാർത്ഥിയായതോടെ നിലമ്പൂർ തീപാറും പോരാട്ടത്തിന് വേദിയാകും. പി വി അൻവർ രാജിവെച്ച ഒഴിവിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് നിലനിർത്തുക എന്നത് സിപിഎമ്മിന് ജീവഭരണ പോരാട്ടമാണ്. അതിനാൽ തന്നെയാണ് പൊതു സ്വതന്ത്രർ ഉൾപ്പെടെ നിരവധി പേരെ പരിഗണിച്ച ശേഷം സ്ഥാനാർത്ഥിത്വം എം സ്വരാജിലേക്ക് തന്നെ എത്തിയത്. 1969 കുഞ്ഞാലിയുടെ മരണശേഷം സിപിഎമ്മിന് പാർട്ടി ചിഹ്നത്തിൽ ഒരാളെ ഇതുവരെ വിജയിപ്പിക്കാനായിട്ടില്ല. അൻവറിന് മറുപടി കൊടുക്കുന്നതിനൊപ്പം പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചു ജയിച്ച ഒരു എംഎൽഎ എന്ന സിപിഎം സ്വപ്നത്തിനും എം സ്വരാജിന്റെ വിജയം അനിവാര്യമാണ്. എൽഡിഎഫും യുഡിഎഫും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ നിലമ്പൂരിലെ പോരാട്ടത്തിന് വാശിയേറിയ തുടക്കമായി. എസ്എഫ്ഐ ഡിവൈഎഫ്ഐ സംസ്ഥാന നേതൃത്വത്തിലൂടെ കഴിവ് തെളിയിച്ച നേതാവ് കൂടിയാണ് എം സ്വരാജ്. 2 തവണ തൃപ്പൂണിത്തറയിൽ മത്സരിക്കുകയും ഇതിൽ ഒരു തവണ വിജയിക്കുകയും ഒരു തവണ പരാജയപ്പെടുകയും ചെയ്ത സ്വരാജിന്റെ 3ാം പോരാട്ടത്തിനാണ് നിലമ്പൂർ വേദിയാകുന്നത്. ഈസ്റ്റ് ലൈഫ്, നിലമ്പൂർ.